രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണവുമായിട്ട് ആദ്യ കേസിലെ അതിജീവിതയും വന്നിരുന്നു. ലോകം കേൾക്കാതെ പോയ കുഞ്ഞുങ്ങളുടെ നിലവിളി ദൈവം കേട്ടു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ പെൺകുട്ടി എഴുതി. ക്രൂരനായ അച്ഛനെ വിശ്വസിച്ചതിന് കുഞ്ഞുങ്ങൾ അമ്മമാരോട് ക്ഷമിക്കട്ടെ എന്നും ആ കുറിപ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ ബിനിൽ ലീല സാബു നമ്മോടൊപ്പം വിശദാംശങ്ങളുമായിട്ട് ചേരും. ബിനിൽ, പല കാര്യങ്ങളാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിപ്പം നമ്മൾ ഓരോ തവണയും ഞെട്ടണോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നത് പോലെ ഇത് ആദ്യ കേസ് വന്നപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോ എന്ന മട്ടിലുള്ള ഞെട്ടലാണ് കേരള സമൂഹത്തിന് ആകെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അയാൾ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതലായിരുന്നു. ആ ഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കാനിടയില്ല, ഇത്രയൊക്കെ ആളുകൾ ചെയ്യുമോ എന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കുറേ പേര് ഇയാളെ അനുകൂലിച്ചു. പക്ഷേ രണ്ടാം കേസും ഒരേ പാറ്റേണിൽ വന്നപ്പോൾ അങ്ങനെ അനുകൂലിച്ചിരുന്ന കുറേ ആളുകൾ വീണ്ടും മാറിപ്പോയി. കാരണം ഇത് 2 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സജന ബി സാജൻ പറഞ്ഞല്ലോ, ആദ്യത്തേത് അബദ്ധമാണെന്ന് കരുതാം, രണ്ടാമത്തേതാകുമ്പോൾ അത് കുറ്റകൃത്യമാകും. പക്ഷേ മൂന്നാമതും വരുമ്പോൾ ഇയാൾ കുറ്റകരമായിട്ടുള്ള മനോഭാവമുള്ള ഒരാളാണ്, ഇയാൾക്ക് അധികാരത്തിൻ്റെ അഹങ്കാരമുണ്ട് എന്ന കാര്യം സജന ബി സാജൻ കൃത്യമായി തന്നെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പോലെ ആളുകൾക്ക്, കുറേയേറെ ആളുകൾക്ക് മനസ്സിലാവുകയാണ്. ഇതിപ്പോൾ ഒരേ പാറ്റേണിലാണ്. വ്യക്തിപരമായിട്ട് ഈ 3 പരാതിക്കാരികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ 3-ാം പരാതിക്കാരിയുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിലുള്ള തെളിവുകളുമുണ്ട് എന്നതാണ് പോലീസിനെ ധൈര്യപ്പെടുന്നത്. അല്ലേ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം പ്രതികരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, ഇതിൽ ഏറ്റവും പ്രധാനം ആദ്യ പരാതിയിലെ അതിജീവിതയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ കുറിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഇത്രയും ക്രൂരകൃത്യം മനുഷ്യൻ ചെയ്യുമോ എന്ന ചോദ്യം ആദ്യ ഓഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ വ്യക്തമായിരുന്നു. അതിൽ നിന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സിമ്പിളാണ് എന്ന് ചോദിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൻ്റെ ഓഡിയോ അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയും നിഷേധിച്ചിട്ടില്ല. എന്തായാലും അതിൽ തന്നെ എത്രത്തോളം ക്രൂരകൃത്യമാണ് ചെയ്തത് അല്ലെങ്കിൽ ആ മനോഭാവത്തിനുടമയാണ് എന്ന ആ ഓഡിയോയിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ആദ്യ കേസിലെ അതിജീവിത ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞാണ് അവരുടെ കുറിപ്പ് ഉള്ളത്. അതിൽ പ്രത്യേകിച്ചും ലോകം കേൾക്കാത്ത നിലവിളി ദൈവം കേട്ടു, അതിന് നന്ദി എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഈ പരാതിയിലും നിർബന്ധിത ഗർഭചിത്രമുണ്ട്. അങ്ങനെ അതുകൂടി കോട്ട് ചെയ്താണ് ആദ്യ കേസിലെ അതിജീവിത ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യ കേസിലെ അതിജീവിത പറയുന്നത് കുഞ്ഞാറ്റ എന്നാണ് ആ കുഞ്ഞിന്, അവർ പിറക്കാതെ പോയ കുഞ്ഞിന് കുഞ്ഞാറ്റ എന്നാണ് പേരിട്ടിരുന്നത്. അമ്മ എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വരിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ, തെറ്റായ ഒരാളെ, അതായത് യോഗ്യതയില്ലാത്ത ഒരാളെ, ഇങ്ങനെ വഞ്ചിക്കുന്ന ഒരാളെ ഈ കുഞ്ഞുങ്ങളുടെ പിതാവായി സ്വീകരിച്ചതിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ വൈകാരികമായി തന്നെയാണ് ഈ പോസ്റ്റ് പറയുന്നത്. മാത്രമല്ല, ഈ ആദ്യ പരാതിക്കാരി അതിജീവിത അവർ പരാതി നൽകിയതിന് പിന്നാലെ, അവരുടെ ഓഡിയോയൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ സമാനതകളില്ലാത്ത ഒരു സൈബർ അല്ലെങ്കിൽ ആക്രമണമാണ് അവർ നേരിട്ടത്. അത് വലിയ വിഷമം അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. അത് പരാതി നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിനൊക്കെ എതിരെ ആ പരാതി പോവുകയും ചെയ്തതാണ്. എന്തായാലും കൃത്യമായി തന്നെ ഈ പോസ്റ്റിലൂടെ അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിലുള്ള സന്തോഷമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയ പല ഹാൻഡിലുകളിലും അവരത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ക്ഷമിക്കട്ടെ, അവർക്ക് എന്തായാലും ഒരു മോചനം ഉണ്ടാകട്ടെ എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ കൃത്യമായി തന്നെ ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. സനീഷ്.